അയ്യോ ഈ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു മമ്മേ. എന്താ അയ്യോ 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 കേട്ടു. ആരെങ്കിലും എന്തെങ്കിലും പറയാന്ന് തുടങ്ങുമ്പോ അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കേ മഹർഷി. എന്റെ തലക്കെടുത്താ ഞാൻ തരട്ടെ? വേണ്ട, എന്നെ കൊല്ലാനല്ലേ എനിക്കറിയാം. പ്രകൃതി ദേവതന്റെ മുഖം ഒന്ന് കാണിക്കും. കാര്യം വെളിച്ചെണ്ണ ഒഴിച്ചോണ്ട് ആളുപ്പ് കൈപ്പാ. അപ്പൊ ഇതാണ് എന്താ പൊട്ടതാ. നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ തിന്നാനോ നല്ല ടേസ്റ്റ് ആണ്. പൊള്ളിപ്പോകും. അപ്പൊ നമ്മൾ ഫയർ ഡാൻസ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ. വെട്ടി മുറിച്ച് നമുക്ക് എന്ത് കറിയാക്കാം തിന്നാം. അയ്യോ ഞാനെല്ലാം തിന്നും. കപ്പലണ്ടി കശുവണ്ടി ഇല്ലേ? അതെ 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 അല്ലേ? അതെ. ബ്ലോഗിലേക്ക് സ്വാഗതം. ക്യാമറ അടിച്ചിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ നമ്മുടെ പങ്ക നീണ്ട നിദ്രയിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്യാമറമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ്. ക്യാമറമാനോ നമ്മുടെ രണ്ടാനമ്മയായി വാവാറ്റാ. ഓ അങ്ങനെ. അപ്പൊ നമ്മുടെ മമ്മയാണ് അറിയത്തില്ലായിരുന്നു. ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി വെരി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോട്ടോ അടിയില്ലാത്ത കൊട്ടയം കൊണ്ടാണ് നമ്മൾ പെറുക്കാൻ പോകുന്നത്. എന്ത് കപ്പലണ്ടി കശുവണ്ടി. കപ്പലണ്ടി കശുവണ്ടി കാശു അങ്ങനെ നമുക്ക് പല പേരിൽ പറയാം. പിന്നെ അതൊന്നും ഇല്ലാതെ അതിന്റെ ലാസ്റ്റത്തെ 2 വേർഡ്സ് മാത്രമായിട്ട് പറയുന്നവരും ഉണ്ട്. പക്ഷെ ഞാനിതോടെ പറയുന്നില്ല, നോക്കിച്ചോളൂ. അപ്പം നമ്മൾ എന്നത് പെറുക്കാൻ വേണ്ടി പോവാണ്. അതെ, അത് പെറുക്കാൻ പോവാ. അത് പെറുക്കി നമ്മൾ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്ത് അത് വെച്ച് നമ്മൾ കറി വെച്ച് നമ്മൾ തിന്ന് വയറ് നിറയ്ക്കും. വയറ് നമ്മൾ നിറയ്ക്കും. കാശ് ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? കശുവണ്ടി മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ തോരനൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതൊക്കെ പഴയ സ്റ്റൈൽ ഫുഡാണ്. അപ്പൊ അമ്മച്ചിയൊക്കെ പണ്ട് മമ്മയ്ക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കും. അമ്മയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഉണ്ടാക്കിയില്ല. ഈ പ്രാവശ്യം പിന്നെ വളരെ കുറവായിരുന്നു കശുവണ്ടി, ഇല്ലേ? അതെ 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 അല്ലേ? അതെ. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ, എങ്ങനെയുണ്ടോ നിന്നെ കാണാൻ? കറക്റ്റ് ഞാൻ ധ്യാന പ്രിൻസസ് ആയോ? അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? കശുവണ്ടി അഴിച്ചെടുക്ക്. ഒന്നുമില്ല ഗൈസ്, നോക്കണ്ട. ഞങ്ങൾ തമ്മിലുള്ള ചോദിക്കണല്ലോ. മനസ്സിലായോ? മനസ്സിലാക്കിയ ശരിയാവില്ല. അത് വേണ്ട. എനിക്ക് മനസ്സിലായി, ഗായ്സിന് മനസ്സിലായില്ല. അത് വരുംതോറും മനസ്സിലായി. അതെ അതെ ഗായ്സ്, അപ്പൊ നമുക്കിപ്പോ ടോട്ടൽ വന്നിട്ട് ഒരു വലിയ കപ്ലാവ് മുകളിലുള്ള എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്റെ വീഡിയോ വ്ലോഗ് ഇട്ടിട്ടില്ല ഗായ്സ്, പക്ഷെ കപ്ലാവ് മുകളിലുണ്ട്. അപ്പൊ അത് താഴെ ഇവിടെ ഒരു കപ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ. മുകളിൽ 2 കപ്ലാവ് ഉണ്ട്, മറന്നു പോയി. അപ്പൊ ഇവിടെ മഞ്ഞ കപ്ലാവാണത്. ഉണ്ടാവുകയാണെങ്കിൽ 20 കപ്ലാമ്പഴൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാകും. അമ്മച്ചി പറഞ്ഞു അതിലും വലിയ കപ്ലാമ്പഴം അമ്മച്ചിയൊക്കെ താമസിച്ച മാനന്തവാടി ഉണ്ടായിരുന്നു പറഞ്ഞു. എനിക്കത് കണ്ടിട്ട് വിഷമം. അവര് പണ്ടത്തെ കുറെ കഥ പറയും, പപ്പായന്റെ അത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ആകെ ഉണ്ടാകുമ്പോൾ 3-4 ഉണ്ടാവുള്ളൂ. അത് മുറിച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് തിന്നാന്നും പറഞ്ഞു. അപ്പൊ അത് ഈ കപ്ലാമ്പഴം, ഇത് ഇവിടെ ഒരു ട്രീ ഉണ്ട്, അത് യെല്ലോ പഴം ഉണ്ടാവുന്ന മരമാണ്. അതിന്റെ കാഷ്നട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇത്രയും വലുതായിരിക്കും. വലിയ കാഷ്നട്ടാണ്, പഴം അതേ വലുതാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല അത് ഒരെണ്ണം നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ് ജ്യൂസ് കിട്ടും അതിന്റെ, ഇല്ലേ മമ്മേ? അത്രയ്ക്ക് വലുതാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ പ്രാവശ്യം നമ്മളത് പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇതിന്റെ അടുത്തോണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ കപ്ലാണ്ടികൾ
കാഷ്യൂ Cashew അല്ല. വീണ് കിടന്ന് നമ്മൾ കുറെ പേർക്ക് നമ്മൾ കടയിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒത്തിരി ഇത് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ കാണാം, നമ്മൾ എത്രയൊക്കെ ഇപ്പൊ ഞാനിപ്പോ വന്ന് നോക്കിയിട്ട് പോയി നോർക്ക്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വാവാറ്റ് വന്ന് നോക്കുകയാണെങ്കിൽ വാവാറ്റിക്ക് ഒത്തിരി കിട്ടും. അത് കഴിഞ്ഞിട്ട് മമ്മ വരുവാണെങ്കിൽ മമ്മയ്ക്ക് ഒത്തിരി കിട്ടും. അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇത് കിടപ്പ്, അപ്പം വശം, വശം, അങ്ങനെയൊക്കെ വേണം നമുക്ക് പറയാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ കാഷ്യൂ നട്ട്സ് നമ്മളിനി ഈ ഇലേന്റെ ഒക്കെ അടിയിൽ കുറെ കിടപ്പുണ്ട്. അത് മാത്രമല്ല മഴ പെയ്യുമ്പോഴേക്ക് ഇതെല്ലാം മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞാൽ പറമ്പിൽ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ തിന്നാനോ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അതാണ് ഇതിന് വേറൊരു ഇത്. അപ്പൊ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മളിങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് അല്ല, നമ്മൾ പെറുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മഴയത്തെല്ലാം ഇലേന്റെ ഒക്കെ അടിക്ക് ഒളിച്ചിരിപ്പുണ്ടാവും. അല്ലാത്തൊക്കെ വെട്ടി മുറിച്ച് നമുക്ക് എന്ത് കറിയാക്കി നമുക്ക് തിന്നാം. ആ ശകുന്തളനെ വിളിച്ചോ? അല്ല, നമ്മുടെ കപ്ലാവിന്റെ ചോട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിനകത്താണ് നമ്മള് കശുമണ്ട അല്ല കശുമണ്ടയോ കാഷ്യൂ നട്ട്സ് ഇടാൻ വേണ്ടി പോകുന്നത്. കണ്ടോ ഈ അടിയില്ലാത്ത സാധനത്തിൽ നിങ്ങളുടെ ഭാഷയിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? കോട്ട. അപ്പൊ ഈ കൊട്ടയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പോവാണ് കാവേരി പുഴയില്. ഞാൻ നാടോടി നൃത്തം കളിച്ചത് ഗായ്സ് ഈ കൊട്ടയെ പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് നാടോടി നൃത്തം ഞാൻ +1 കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കൊട്ടയാണിത്. കണ്ടില്ലേ, അടിയില്ല, എല്ലാം ചേർത്തല തിന്നു ഗായ്സ്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, കൊട്ടയ്ക്ക് അടി വെക്കാം. സാഷ്ടാംഗം ഒരു കഴിവ്. ആ ചെരുപ്പ് അങ്ങാനും പൊട്ടിച്ചോണ്ടല്ലോ ഗായ്സ്, നമ്മുടെ മഹത് വ്യക്തിയായ അത് പൊട്ടിച്ച ഞാൻ കുഞ്ഞേറ്റി വലിച്ചു കണ്ടില്ലേ തെന്നിയത്. ഈ കൊച്ചിന് വീട്ടിൽ എഴുതി കിട്ടിയേക്കാ. നിങ്ങൾ പറയാൻ അറിഞ്ഞോടാണോ? അല്ല ഗായ്സ്, എവിടെ കേട്ടോ. മമ്മ ഇതേ പോയി ചേമ്പലൊക്കെ പറിച്ചോളൂ. ഇത് ചെളിയാണല്ലോ. ഓ, അമ്മ പോയിട്ട് ആനച്ചേമ്പ്. പക്ഷെ അമ്മ അമ്മ അത് കാണിക്കണ്ടേ ഇവരെ? അപ്പോഴല്ലേ നീ വീഴാൻ പോയത് കുഞ്ഞാറ്റി? കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ആനച്ചേമ്പ്. ഈ ആനച്ചേമ്പ് അയ്യോ ഞാനും അത് ഞാൻ വേറൊരു വീഡിയോ ഗായ്സെ കണ്ടോ, കുരങ്ങ് വന്നിട്ട് ചേമ്പിന്റെ തളിർക്കും എല്ലാം ഇത് കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ മങ്കീന്റെ പരിപാടിയാണ്. പുതിയ കപ്പളം ഉണ്ടായത്. മനുഷ്യനാണ് ഒന്നാമത്തെ കപ്പളത്തിന് കൊതിയ. കപ്പളം മര്യാദക്കൊന്നും ഉണ്ടായിരുന്നപ്പോഴേക്കും കണ്ടില്ലേ, പിന്നെ തലയെല്ലാം അത് ഒടിച്ച് പറിച്ചിട്ടേക്കുന്നുണ്ടോ? എവിടെ പറഞ്ഞ അടുത്ത് കപ്പളത്തിന്റെ ഒടിച്ചിട്ടേക്കുന്നുണ്ടോ? അതാ, അതിനുമില്ല. എന്ത് ചെയ്യാനാ ഗായ്സ്? അതുകൊണ്ട് ഇവരെ ഓടിക്കാൻ വേണ്ടി ഞാൻ പടക്കം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്നത് കൊരിങ്ങനെ ഓടിക്കണ്ട, പാവല്ലേ, ചെന്നിട്ട് പൊക്കോളൂ. കണ്ടില്ലേ ഇപ്പൊ കപ്പള ഇത് ഗായ്സ്, നമ്മുടെ പേരനെ എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ഞാൻ ഈ പേരനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ പേരയ്ക്ക് വഴുക്കുകയും ചെയ്താ. കൈപ്പ മധുരമില്ല, ഉള്ളിൽ തന്നെ മധുരം. ഈ പേരയ്ക്കാൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. അപ്പൊ അങ്ങനെ നമ്മള് ആനച്ചേമ്പിന്റെ ഇല ഒടിച്ചിട്ട് മമ്മ ഇതാ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ആനച്ചേമ്പ് ഇതാട്ടോ. അപ്പൊ ഇതിന്റെ കിഴങ്ങല്ലേ അമ്മേ? കിഴങ്ങ് അടിപൊളിയാണ് ഗായ്സ് കഴിക്കാൻ വേണ്ടിട്ട്. ബട്ട് എനിക്ക് ഈ ചേമ്പിന്റെ കിഴങ്ങൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമല്ല ചേമ്പ്, ചേന ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഫ്രൈ ചെയ്യുവാണെങ്കിൽ യെസ്, അതൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ കേട്ടോ, അപ്പൊ നമ്മൾ അടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേമ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചേമ്പ് പുഴുങ്ങാമായിരുന്നു. യെസ് ഗായ്സ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതുകൊണ്ട് ഈ കിഴങ്ങിന് പകരം കിഴങ്ങിന് കിട്ടേണ്ട എല്ലാ ഔഷധങ്ങളും കൂടി ഇലയിലേക്ക് പോയിട്ട് ഇലയാണ് ഇത്രയും വലുതാവുന്നത്. സത്യം പറഞ്ഞ ഇലയിൽ ഇത്രയും വലുതാവാത്ത അതോടെ കറി വെക്കണം. താളും തണ്ട് ചേമ്പുന്തണ്ട്, താള് വേറെയാണ്, അത് വയലിലാണ് ഗൈസ് ഉള്ളത്. യെസ്, അപ്പൊ നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കപ്ലാവിന്റെ ചോട്ടിലേക്ക് വെക്കാം. കപ്ലാവ് തൊട്ടടുത്താണ്. എന്താ പൊട്ടനാ അമ്മ ആ കൊച്ചു ഓടി ഓടി പോകുന്നുണ്ട്. ആ, ഈ പ്രാവശ്യം നമുക്ക് കിട്ടുമ്പോ റെഡിയാക്കാം. മോസ്റ്റ് ആണ് ആ ഇവിടെ ഈ ഭാഗത്തുനിന്നായിരുന്നു. ഇവിടെ മോസ്റ്റ് ആയി ഉണ്ടാവും ഗൈസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഈ പ്രാവശ്യം ഉണ്ടാവുമ്പോ നമുക്ക് വ്ലോഗ് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ആയിട്ട് നമുക്ക് കപ്പലാൻ കാഷ്യൂ നട്ട്, കപ്പലാം കാഷ്യൂകൾ. നമ്മൾ പറക്കാൻ പോണേ. ഞാൻ കാണിച്ചു തരട്ടെ? യെസ് ഗൈസ്, ഓക്കെ, ഞാൻ കാണിച്ചു തരട്ടോ. ഇത് കണ്ടോ, പക്ഷെ ഇതൊന്നും മുളച്ചിട്ടില്ല മമ്മേ.
കണ്ടോ? അയ്യോ 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 ചൊന 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 അയ്യോ ചൊന ചൊന ഗായ്സ് ഇതിന്റെ ചോന ഇത് കണ്ടോ? ഇത് കണ്ടോ 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 എണ്ണ പോലെ. ഈ ചോനയാണ് നമ്മുടെ ഫേസിലൊക്കെ ആയി കഴിഞ്ഞാല് പൊള്ളിപ്പോകും. പൊള്ളിക്കഴിഞ്ഞ് പാടായി കഴിഞ്ഞാല് പിന്നെ അത് പോവാൻ കുറേ നാളെടുക്കും. കാരണം പൈങ്കിളി എപ്പോഴും പൈങ്കിളിക്ക് ഇങ്ങനെ കാശിനട്ടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇറങ്ങും, തുണിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കും. ഇവിടെ തെറിപ്പിക്കും അവിടെ തെറിപ്പിക്കും, ഇവിടെയൊക്കെ പൊള്ളിയിരിക്കുന്നേ കാണാം. അപ്പൊ അത് നമ്മൾ കടിക്കുകയും ചെയ്യാൻ പാടില്ല. കണ്ടോ? ഇതിനൊരു സ്മെല്ലുണ്ട്. അപ്പൊ സേഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ? ഇപ്പൊ നിറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളിനി എന്ത് ചെയ്യണം? ക്ലീൻ. ഇതോടെ അല്ലോട്ടോ തിന്നുന്നേ. എന്താ പൊട്ടടാ. അപ്പൊ അമ്മച്ചിക്ക് ഇതൊക്കെ നല്ല വശമുണ്ട് കേട്ടോ. അപ്പൊ കപ്ലാമ്പഴം കൊണ്ട് നമ്മൾ കറിയൊക്കെ വെക്കും എന്റെ ഗായ്സ്. ഇപ്രാവശ്യം നമ്മൾ ആ ടൈമിലാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വ്ലോഗുകൾ മിസ്സായി. നമ്മുടെ പാരിജാതം വരെ പൂത്തിട്ടുണ്ടായിരുന്നു. പൂത്തിട്ട് വഴിക്കേക്കൊന്നും ഇറങ്ങി പൂക്കളുടെ നമ്മള് സ്വർഗത്തിലെത്തിയ പോലെ ആയിരുന്നു. അത്രയ്ക്ക് പാരിജാതം കാരണം നമുക്ക് സ്മെല്ലും അതൊക്കെ നമുക്ക് കണ്ടൻസ് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫോണിന് ഇഷ്യൂ ഉണ്ടായിരുന്നു, സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ആ വീഡിയോ 3-4 വ്ലോഗുകൾ ഞാൻ അങ്ങനെ മിസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഷോർട്സിന്റെ രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പാരിജാതത്തിന്റെ ഞാൻ ഒന്നും ഇട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ തലക്കെടുത്താ വേണ്ട, എന്നെ കൊല്ലാനല്ലേ എനിക്കറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വിഷയത്തിലേക്ക് കേൾക്കാം. ക്യാഷ് നട്ട്സ് പെറുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചോലല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വലിയ ക്യാഷു ആണെന്ന് പറഞ്ഞില്ലേ? ഇത്രയും വലിയ ക്യാഷു ആണ്. മോളത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്യാഷു ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇടണോണ്ടോ ചേച്ചി? ഇവിടെ എവിടെ? ഇത് കണ്ടോ? ഇതും എവിടെ? ഇത് ഇത് പൊട്ടനാ അറിയണ്ട, അറിയാം. ശരിയായിക്കോട്ടെ. അതാ വെള്ളം പേടിക്കണ്ട, വെള്ളം ആയാലൊന്നും ആവൂല. ഡോൺ വറി. പക്ഷെ എന്നാലും ഒരു പേടിയുണ്ടല്ലോ. അതായത് അപ്പൊ അതെ ഇത്രയും ക്യാഷുകൾ നമ്മൾ പെറുക്കിയിട്ടുണ്ട്. അപ്പൊ അതേ മമ്മ അവിടെ പെറുക്കിക്കൊണ്ടിരിക്കുക. മമ്മ പെറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത് കുറച്ചേ കിട്ടുള്ളൂടാ. ആണോ? ഒരു കറിക്കുള്ളത് കറി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മള് തോരനാണ് വെക്കാൻ പോകുന്നത്, കറിയല്ല. കറി ബോറാട്ടോ. കറിക്ക് ബോറൊന്നല്ല, ടേസ്റ്റ് ഉണ്ട്. എങ്കിലും തോരനാണ് അടിപൊളി ടേസ്റ്റ്. കാഴ്ച 10 നന്നാക്കി എടുത്താൽ 2 കിട്ടുള്ളൂ. ഞാനെല്ലാം തിന്നും. പെറുക്കട്ടെ. ഒരു 20 നമുക്ക് കറി വെക്കാൻ കിട്ടുള്ളൂ. യെസ് ഗൈസ്. ഇതേ മമ്മപ്പൊട്ട കൊട്ട എടുത്തിട്ട് ഇതുണ്ട് ഈ ഒരു കില്ല പാത്രത്തിലാണ് പെറുക്കുന്നത്. കശുമാമ്പഴം നമ്മുടെ സോൻ പപ്പടിന്റെ സോനേന്റെ പപ്പടിന്റെ ആണ്. വെറുതെ അല്ല മമ്മ അരിച്ചത്. മമ്മയ്ക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആണ് സോന പപ്പടി അല്ലേ? ഇതാ ഇവിടെ ക്യാമറമാൻ ഇങ്ങനെ കാണിക്കുള്ളൂ, പെറുക്കാൻ കൂടില്ല. അതെനിക്കറിയാം. ഇവിടെ ഇത്രയും കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ എത്രയാണ് നല്ലതായി കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. അത് കാരണം അമ്മച്ചിന്റെ പക്ഷെ നമ്മൾ ഇതിനൊന്നും അറക്കാൻ പാടില്ല. പക്ഷെ നമ്മള് കയ്യിൽ ഇതിന്റെ ഇത് ആയി കഴിഞ്ഞാല് ഉള്ളം കയ്യില് പൊള്ളൂല്ല ഗായ്സ്. അത് പേടിക്കണ്ട, സോഫ്റ്റ് ആവും കൈ ഭയങ്കരമായിട്ട്. അപ്പൊ തുണിയൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ. ഇതാണ് നമ്മുടെ കപ്പലാവ് മഹാൻ. എന്താ ഞാൻ കാണിച്ചൊന്നുമില്ലാന്ന് വേണ്ടെങ്കിൽ കണ്ടോ? ഇതാണ് നമ്മുടെ കപ്ലാവ്. അപ്പൊ നമ്മുടെ വീടിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു കപ്ലാവ് ഉണ്ടായിരുന്നു. അതൊരു കാറ്റത്ത് കടവൊഴുകി വീണു. അതിന്റെ അടിയൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. എന്തോ പ്രാണി എന്തോ കടിച്ചിട്ടാന്ന് തോന്നുന്നു അതിന്റെ അടി. ഇല്ലേ അടി ഉണങ്ങിട്ടത് വീണത്. വലിയ കപ്ലാവ് ഇവിടെ നിപ്പുണ്ടായിരുന്നു. 2 കപ്ലാവ് ഉണ്ടായിരുന്നു. അത് 2 പോയി. പിന്നെ ഞാൻ കപ്ലാവിന്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ പോയപ്പോ കപ്ലാവ് തൂങ്ങിയാണ് കൈയൊടിച്ചത്. കപ്ലാവ് എന്ന് പറഞ്ഞ എനിക്ക് അതാണ് ആകെ ഓർമ്മ വരുന്നത്. ആ കപ്ലാവൊക്കെ ഇപ്പം ഉണങ്ങിപ്പോയി. ഉണക്കി കളഞ്ഞു. കേട്ടോ? അല്ല ഈ കമ്പി എങ്ങനെ ഇവിടെ വന്നേ? അറിയത്തില്ലടാ. ഇത് കൊറേ ദിവസമായി. കൊറേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ ദിവസം ഞാനിവിടെ വിറകെടുക്കാൻ വന്നപ്പോ ഒക്കെ കണ്ടു. ഈ ഭാഗത്തേക്ക് കാടായിരുന്നു, നമ്മളത് വെട്ടിത്തെളിച്ചതാണ്. ഇത് കണ്ടോ? ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കെട്ടിടുന്ന പോലെ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് എന്തോ മൃഗങ്ങളെ പിടിക്കാൻ ആരോ കൊണ്ടിട്ടതാണ്. എത്രമാത്രം ധൈര്യം കൊണ്ടിട്ടത്? ഇവിടെ കൊണ്ടിട്ടേക്കോ? ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക. മിക്കവാറും നമ്മള് കൗങ്ങലേക്ക് ഇങ്ങനെ എടുത്തിട്ട് CCTV അത്യാവശ്യമാണ്. ഈ പറമ്പിലും നമ്മുടെ വീട്ടിലും മുഴുവനും വെക്കാൻ പോവുക. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ നേരെ വരുന്നുണ്ട്. വൈകാതെ തന്നെ വെക്കാമേ. കാരണം കൊറേ കള്ളന്മാര് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ശരിയാക്കി കൊടുക്കാം അല്ലേ മമ്മേ? എന്റെ മേത്ത് ഉള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് CCTV സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഓർത്തു അല്ലെ എങ്ങനെയാ അതവിടെ വന്നത്? നേരത്തെ ഇതിലൊക്കെ കറണ്ട് കൊടുത്തിട്ട് അങ്ങോട്ടൊക്കെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷോക്ക് അടിപ്പിക്കുന്നേ. നീ ഇത് ഇവിടുന്നൊക്കെ കറണ്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല.
മൃഗങ്ങള് കാട്ടുമൃഗങ്ങളൊക്കെ വരുന്നില്ലടാ, പിടിക്കാനായിരിക്കും. അത് നമ്മുടെ വീടിന്റെ അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മക്കല്ലേ അമ്മേ ഇതൊക്കെ? നമ്മളെ കൊടുക്കാനായിരിക്കും. കൊള്ളാല പരിപാടി. ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ തയ്യാ ചവിട്ടിക്കളയല്ലടാ. എന്റെ ദൈവം ഉള്ള വഴിക്ക് പോയി പൊട്ടൻ അമ്മ ഇങ്ങനെ തന്നെയാ കഴിച്ചേ. ഉള്ള വഴിക്ക് അത് കാരണം അമ്മേന്റെ പച്ചക്കറി കയറാൻ പോലും പറ്റില്ല. ഈ കൊച്ചു വീണ്ടും ചവിട്ടി. എവിടെയോ ഉണ്ടായിട്ടുണ്ട്. അയ്യോ വൈഡ് ആംഗിളിൽ എടുക്കട്ടെ, സൈഡ് ആംഗിളിൽ എടുത്തേ. കുഞ്ഞാറ്റി എന്റെ ചെരുപ്പ് പൊട്ടിച്ചോണ്ടല്ലോ. എന്താ പൊട്ടും കൊച്ചിന്റെ? അതാരുടെയാ ഗായ്സ്? നിങ്ങൾ കാണ്, പാളയാണ് എന്റെ കാലിൽ. പാരഗൺ അല്ല, ഈ പാരഗൺ വാങ്ങുമ്പോ നല്ലതാ, പിന്നെയുണ്ട് പാളയാണ് ഇതിലും നല്ലത്. പൊട്ടില്ലല്ലോടാ അങ്ങനെ. ആരാ പറഞ്ഞില്ലെന്ന്? എന്റെ മമ്മ എന്തിനും ഒരു കാലാവധി ഉണ്ട്. എന്റെ പാരഗന്റെ സൈഡ് പൊട്ടി ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യേ ഏറ്റവും നല്ല ചെരുപ്പ് ഏതാന്ന്. അതല്ല, ഈ ഒരു റബ്ബർ പാലൊക്കെ എടുക്കുമ്പോഴില്ലേ മമ്മേ, അതിനകത്തൊരു സാധനം ഉണ്ടാവില്ലേ ലാസ്റ്റ് ഇങ്ങനെ അതിന്റെ ചിരട്ടയില്? അത് ചെരുപ്പിന്റെ ഷേപ്പിലാക്കി കാലിടുന്നതായിരിക്കും നല്ലത്. അല്ലേ റബ്ബർ ഷീറ്റ് അടിക്കാൻ കൊണ്ടുപോയില്ലേ? ഒട്ടുപാല് റബ്ബർ ഷീറ്റ് ചുറ്റി വെച്ചാൽ മതിടാ, പൊട്ടേ ഇല്ല. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട വരും. കുട്ടിയല്ലേ കറിയുന്നേ? നോക്ക്, ആ മുഖം ഒന്ന് കാണിച്ച് കാണട്ടെ. കാരണന്മാർക്ക് അങ്ങനെ വലുതും ചെയ്യാം. ഓ അല്ല കുഞ്ഞാറ്റി, ഇവിടെ മോസ്റ്റ് ആയിട്ട് ചെരുപ്പ് പൊട്ടിക്കുന്ന ഒന്ന് പങ്കൻ, ഒന്ന് കുഞ്ഞാറ്റി, ഒന്ന് മമ്മ. ഞാൻ നല്ല കുട്ടി. പിന്നെ പിന്നെ എല്ലാ സ്ഥലത്തും വീഴുന്നല്ലേ അധ്വാനി. അയ്യോ എന്തിന്? ഈ പ്രകൃതി ദേവതയായ പ്രകൃതി ദേവതന്റെ മുഖം ഒന്ന് കാണിക്ക്. പ്ലാൻ തന്നെ നമ്മുടെ കപ്ലാങ്ങയാണ് മരം. എന്താണ് കവി ഉദ്ദേശിച്ചത്? മോസ്റ്റാ ഗൈസ്, ഞാനും കൂടെ പറഞ്ഞ ചിലപ്പോ ഈ ചെരുപ്പും പൊട്ടിപ്പോയി. മടിച്ചായ കുഞ്ഞാറ്റി അടുത്തല്ല. എന്താ അല്ല, അധ്വാനിയായ കുഞ്ഞാറ്റി. എന്നെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാൽ കൊള്ളാലോ. ദൈവമേ, അപ്പൊ നല്ലതില്ലേ ഗായ്സ്? നമുക്ക് എത്ര എണ്ണം കിട്ടും ഒരു ഇതും ഇല്ല. ഇത്രയും കിട്ടി. ഇതിപ്പോ നന്നാക്കി എടുത്ത് എത്ര എണ്ണം നല്ലതൊന്നും അറിയില്ല കേട്ടോ. മമ്മ പോയോ? ഗായ്സ്, ഇപ്പം മമ്മ നല്ല തോരൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങി വെച്ചോന്നറിയില്ല, അതോ മമ്മ വാർക്കാൻ ഓടിയതാണ്. ഞാൻ വേഗം പരത്താം. എന്താണ് ഡാന? വൗ, ഇത്രയും കിട്ടി. അത് കണ്ണിൽ കുത്തല്ലേ? ശരിയാണല്ലോ, ഇത്രയും കിട്ടി. ഇനി ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്, ആകെ ഈ കപ്പലാവിൽ 10-20 കപ്പലാമ്പഴമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്ക്, എന്തോരം കപ്പലാമ്പഴങ്ങളാ അല്ല ക്യാഷ് നട്ട്സ് നമുക്ക് കിട്ടിയെന്ന് കണ്ടില്ലേ? ശരിയാട്ടോ. അപ്പൊ നമ്മള് കാണാതെ ഒത്തിരി ഉണ്ടായി വീണിട്ടുണ്ട്. ഇത് കള്ളത്തരണേ. തലയിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടോ. അപ്പൊ ഇതാ കേട്ടോ, ഇതൊക്കെ ഇതുണ്ടോ, മുളച്ചത് കണ്ടോ? നമുക്കിങ്ങനെ മുളച്ചത് നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. കണ്ടോ, വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഹായ്, നല്ലൊരു പച്ച ടേസ്റ്റ് ആണ് ഗൈസ്. കാഷ്യൂ നട്ടിന്റെയും പച്ചേന്റെയും കൂടി ഒരു ചൊവ. ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കിട്ടുമെന്നേ തോന്നുന്നില്ല. കാരണം ഇത് മുഴുവനായിട്ടും പുറത്തേക്ക് തീർച്ചയായും വഴിക്ക് വേണ്ടായിരുന്നു. അറിഞ്ഞിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. ഇതാണോ അത് കഴിക്കൊന്ന്.
ഇതൊന്ന് കളയട്ടെ കേട്ടോ. ജസ്റ്റ് അത് റബ്ബ് ചെയ്തോ. ചെളിയാ, അത് നമുക്കൊരു വിഷയമല്ല. അതെ, പക്ഷേ തിന്നാം. ആ മണ്ണിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നപ്പോഴാണ് പൂർത്തിയായത്. അപ്പോൾ ഈ മണ്ണൊക്കെ വാങ്ങാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഈ കാപ്പി ഇലകൾ. അതെ 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 അല്ലേ ഗൈസ്? നമ്മുടെ ടവലാണ് ഗൈസ്. യെസ്, കണ്ടോ? നമ്മുടെ തന്നെ ടവലുണ്ട്. ടവലാണ്. എൻ്റെ കൈയൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കിട്ടണ്ട. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. എന്തോരം നല്ലതാണെന്നും നമുക്കറിയത്തില്ല ഗൈസ്. കണ്ടോ? ഹാഫ് കിട്ടി. ആ, നല്ല പോസ്. കാവേരിപ്പുഴയിൽ നമ്മുടെ ആരാ ആപ്പിളിന്റെ ആ രാജാ രവിവർമ്മന്റെ പെയിന്റിങ്സിൽ ഇങ്ങനെ നിൽക്കും. നിക്ക് ഞാൻ എടുക്കാവേ. 1 2 3 ഗോ. ഇതായിരുന്നു ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ സൗന്ദര്യത്തിന്റെ ഉറവിടം. അതെ, ഇതാ കശുവണ്ടികൾ തിന്നോ. കണ്ടോ ഗൈസ്? അപ്പം നമ്മളിനി ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് തോരൻ വെച്ച് തിന്നാൻ പോവാണ്. ഒരു അശരീരി കേട്ടില്ലായിരുന്നോ? എന്ത്? അമ്മ എവിടെ എന്നിട്ട്? അമ്മേ കണ്ടോ, അവിടെ ഒച്ച കേട്ടു, പക്ഷെ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാന്ന് മാത്രം. അതെ അതെ, ഈ മമ്മ കിട്ടിയോ? തന്നെയാണ്. എന്റെ കാഴ്ച നമ്മൾ ഇച്ചിരി കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. എല്ലാം നല്ല അമ്മയ്ക്ക് അതെ സത്യം, അത് കുറെ നാളായി. എന്റെ കാര്യമാണല്ലോ. അതെ, എന്റെ ഈ മടിയുള്ള ഇരുത്തം, എന്റെ ഈ ലൈറ്റ് ആവൽ സ്റ്റൈൽ മടിയല്ല. അതെ, മടിയല്ല അത്. അതെ അതെ, അതൊരു ഇതാണ്. വരും, ഇടയ്ക്ക് വരും. അതെ ഞാൻ നമ്മളെ ബിസി ആവും, ഇവിടെ പെൻഡിങ് ആവും. എന്റെ കുഴപ്പമല്ല. അതെ, അതങ്ങനെ സംഭവിച്ചു. നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്റെ കുഴപ്പമാന്ന്? അയ്യോ, ഞങ്ങൾ അങ്ങനെ പറയുവോ? വേഗം ചെയ്യണം. ഓ ശരി മഹർഷി. കൊതുക് കടിക്കുന്നുണ്ടല്ലേ? കൊതുക് കടിക്കുന്നുണ്ട്. മഹർഷി നല്ല കട്ടക്കലിപ്പാണ് കേട്ടോ. കലിപ്പിലാണ്, കാരണം കുഞ്ഞിനെല്ലാം മറക്കുന്നതിന്റെ ദേഷ്യ. കൊട്ടായി എടുക്കൂ, കാണിക്കൂ. എത്ര നോക്കിയാലും അമ്മ നോക്കുന്നവരാവൂല. യെസ് ഗൈസ്, അപ്പൊ എത്ര ക്ലീൻ ആയി ഞങ്ങൾ നോക്കിയാലും അതെ, പിന്നെ മമ്മ വരുമ്പം ഞങ്ങൾ പെറുക്കിയതിൽ 100 ഇരട്ടി അവിടെ പ്രത്യക്ഷപ്പെടും. അതെ, അതാണ് അമ്മയുടെ രഹസ്യം. അതെ, ഒരു ഇതും. ഇനിയുണ്ടോ? വാവ്, പെറുക്കിക്കോ ഗൈസ്. എല്ലായിടത്തും നോക്കിയതാ ഗൈസ്. ഇതുണ്ടോ? നോക്കാണ്. മതിയില്ലേ? കാണിക്കുന്നതിന് മുമ്പ് അമ്മ നിക്ഷേപിച്ചു. എവിടെ? അങ്ങനെ ഇതേ കുട്ടയുമായി അതാ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മളെന്ത് ചെയ്യാണ്? പോകുകയാണ്. അമ്മ ഇച്ചിരി കൂടി അവിടെ എന്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടി എന്ത് ചെയ്യണം? അപ്പൊ അതിന് മുമ്പ് ഗൈസ്, ഇതാണ് നമ്മുടെ പേരമരമാണ്. അപ്പൊ നമ്മുടെ മങ്കികൾ വന്നു കഴിഞ്ഞാൽ ഈ പേരമരത്തിലാണ് ഫുൾ ടൈം ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ പേരക്കേന്റെ പ്രോഗ്രാം പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ വർഷമല്ലേ? അതന്നെ, കഴിഞ്ഞ വർഷം തോന്നുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ എനിക്ക് അതിന്റെ പൊക്കത്തേക്ക് കയറാം, പക്ഷേ കയറുന്നില്ല. ഇപ്പൊ ഞാൻ പക്ഷെ കയറുന്നില്ല. ശ്രദ്ധിച്ചിറങ്ങണേ, എന്റെ ചെരുപ്പാ കാലിൽ, അതുകൊണ്ടാ. അല്ലാതെ ഞാനിപ്പോ അതിന്റെ മുകളിലുണ്ടായേ. ചിലരൊക്കെ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സഹിക്കണോ എന്റെ ഈശ്വര. ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങും കേട്ടോ. അതും പൊട്ടിക്കും. വാങ്ങുന്നു പൊട്ടിക്കുന്നു, ഇത് തന്നെ പണി. ഓക്കെ ഗായ്സ്, അപ്പൊ അങ്ങനെ ഇത്രയും ക്യാഷ് നട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഇത് വൃത്തിയാക്കുന്ന ഖണ്ഡത്തിലേക്ക് കടക്കാം. നമ്മുടെ രണ്ടാം ഭാഗം. കുഞ്ഞാച്ചി കൊല്ലല്ലേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വീഡിയോ എടുക്കാൻ മടിയുള്ളവരെ ഞാൻ ഇങ്ങനെ ചെയ്യാം. കുഞ്ഞാച്ചി ഞാൻ നല്ല ക്യാമറമാൻ, എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലെന്നാ ഗൈസ് കുഞ്ഞാച്ചി അറിയുള്ളൂ. അമ്മ പറഞ്ഞില്ലേ? പക്ഷെ കുഞ്ഞാച്ചി പറഞ്ഞത് എന്താ, എനിക്ക് എടുക്കാൻ അറിയില്ല. മര്യാദക്ക് എടുത്തോളാം മെയിൻലി. എടുത്ത് ഇടിയും കുത്തി ചവിട്ടും വാങ്ങും. വേണോ? പോയി. വെറുതെ
കാറി ഉണ്ടല്ലോ കോലമാടാ. തുണി കൂട്ടി പിടിച്ചില്ലെങ്കിലേ അയ്യോ കണ്ണിലൊക്കെ തെറിക്കും. കണ്ണി തെറിക്കൂടെ, ചൊന കണ്ണി പോയാ. ഗായ്സ് അപ്പൊ നമ്മളിത് നമ്മുടെ കാഷ്യൂ നട്ട്സിന് മുറിക്കാൻ വേണ്ടി പോണത്. ചീത്തയാണോ നല്ലതാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. അയ്യോ നേരെ മമ്മി പറഞ്ഞത് കപ്പലണ്ടി വെട്ടുവാണേ. അത് തന്നെ. പറ. ഓ അതെ ഗായ്സ് നമ്മള് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്യുവാണ്. അതെ ഒരു കല്ലോ എന്തായാലും കല്ലേല് വെച്ച് മുറിക്കരുത്, അന്നേരം ഒറ്റ തെറിക്കലായിരിക്കും രണ്ട് കണ്ണിലേക്ക്. ഇങ്ങനെ ഇങ്ങനെ വെട്ടണമെന്നേ. വെട്ടണ്ട, മൂരിക്കും അങ്ങനെ. അതെന്റെ കൈ മുറിയും. ദൈവമേ ഇത് കണ്ടോ? പറ്റില്ല കുഞ്ഞാറ്റി, ഭയങ്കരമായിട്ട് നല്ല മൂർച്ച വേണം. കത്തിക്ക് നല്ല മൂർച്ച വേണമെന്നേ. ഗായ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെപ്പം എന്ത് സാധനം മുറിക്കാനാണെങ്കിലും കത്തിക്ക് മുറിച്ചുകൊണ്ടില്ല. പക്ഷെ നമ്മുടെ കൈ മുറിയാൻ ഭയങ്കര മുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു ചീത്ത തുണി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാഷ്യൂ നട്ട്സ് മുറിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടല്ലേ ഇത് മുറിയുന്നേ ഇല്ല അമ്മച്ചി. അതാ മുറിഞ്ഞേ. മുറിഞ്ഞേ. അടിപൊളി. ഇത് കുഴപ്പമില്ല തിന്നാൻ തരുമോ? എടാ ചൊന മേത്തും നാട്ടുകാരും പറ്റിയ പിന്നെ എനിക്ക് തിന്നണം. നിനക്ക് തിന്നാനില്ല. നാട്ടു പാത്രം കാട്ട് നോക്കട്ടെ. കണ്ട ഗൈസ് അങ്ങനെ മുറിക്കാവുള്ളൂ. അതോടെ എടുത്ത് കഴിക്കൊന്നും ചെയ്യലേ. ഇല്ല ഇത് കണ്ടോ ഗൈസ്? ആ തൊണ്ടിടാൻ എടുക്കാൻ പറഞ്ഞായിരുന്നോ? എടാ തൊണ്ടിടാൻ എന്തെങ്കിലും സാധനം എടുത്തു. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ കാഷ്യൂ നട്ട്സിന്റെ ഉള്ളിൽ. ഇതുകൊണ്ട് ഇത് മുളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇടാനൊരു സാധനം എടുത്തുണ്ടോ ഗായ്സ്. അപ്പൊ എന്ത് സ്വഭാവം ചേച്ചി ഇപ്പോഴൂടെ ഞാൻ എടുക്കുന്നതെന്നാ ഗൈസ് പറയുന്നത്. എന്ത് വായു ആണ്. എന്താ എടുത്തില്ല എന്താ പറയുന്നത് ഗായ്സ്? നിങ്ങൾ വെറുതെ പങ്കനെ ഇതാക്കണ്ട കേട്ടോ. പങ്ക പറയുന്നത് ഫുള്ള് കള്ളോട്ടോ ചേച്ചി. കണ്ടോ ഇപ്പൊ എന്റെ മുടിയിലൊക്കെ പിടിച്ചത്. അതാ പാത്രം എടുത്തോണ്ടോ? അതൊക്കെ മണ്ടനെ അത് പറയണ്ടേ. ഗായ്സ് കണ്ടോ? ഒറ്റ ഒന്നാണ് നല്ലത്. എന്താ എടുത്തോണ്ട് വരണ്ടെന്ന് പറ. ഇത് ഇടാനൊരു ചീത്ത പാളയോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ എന്തെങ്കിലും എടുത്താ മതിടാ. ഇതിന്റെ ഇങ്ങനെ വലിച്ചിട്ട് അവയിലേക്ക് ഇട്ട് വെക്ക്. വാരാ നിക്കണ്ട. കേട്ടോ ഗായ്സ് ഇത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. ഒറ്റ തെറിക്കായിരിക്കും. തെറിച്ച് കഴിഞ്ഞാ പിന്നെ പണ്ടതുപോലെ സൂപ്പർ. പണ്ടപോലെ വെച്ചി വീണ് കിടക്കുന്നേ ഒരു കപ്പലാവ് ഉണ്ടായിരുന്നു. വലിയ കപ്പലാവ് കേട്ടോ. അതിന്റെ ചൂട് പെടന്നിട്ട് അതങ്ങ് വീണ് പോയി. നിറച്ച് കപ്പലണ്ടി ഉണ്ട്. എന്നിട്ട് ഉച്ചക്ക് ചോറ് തിന്ന് കഴിയുമ്പോഴ് പിടിപോയ ഒരു അരിവാളുണ്ട്. എന്നിട്ട് ഈ അരിവാളും എടുത്തോണ്ട് കല്ലുവാടിയിലെ ആന്റിയില്ലേ അങ്ങ് പോകും. കപ്പലാവെ പോയിരുന്ന് കേറിയിരുന്ന് പച്ചണ്ടി പറിച്ചിട്ട് ഒറ്റ പൂളാ ഇങ്ങനെ അരിവാളിന്റെ ചുണ്ടും കൊണ്ട് ഇങ്ങനെ കൊത്തി എടുത്തിട്ട് തീറ്റയാണ് വയറ് നിറച്ച് തിന്നും. എന്നിട്ട് ഒരു 5-6 അങ്ങനെ വെട്ടി പൂളി തിന്നു. അത് കഴിഞ്ഞപ്പോ ഒരെണ്ണം പൂളി ഇപ്പൊ കണ്ണ് നിറച്ച് ചെന അയ്യോ 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 എന്ന് കേട്ടു. അമ്മച്ചിന്റെ അനിയത്തിയാണ്. അച്ഛനും അമ്മയും മുറുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അവര് ഊണ് കഴിഞ്ഞ ഒരു മുറുക്കലുണ്ട്. എന്നിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ എന്നാടി പറ്റിയെന്ന് ചോദിച്ചു അച്ഛനും അമ്മയും. അന്നേരത്തേക്ക് അയ്യോ അച്ഛാ ഓടിവായോ എന്നും പറഞ്ഞ് വിളിച്ചപ്പോ ഇങ്ങനെ ഇരിപ്പുണ്ട്. അരിവേ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ പൂളി അണ്ടിയുണ്ട്. ഇങ്ങനെ കണ്ണ് തുറക്കത്തില്ലല്ലോ. എന്നാടി പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ കപ്പലണ്ടി പൂളിപ്പോ അതും ആ ചൊന നിറച്ചെന്റെ കണ്ണിലേക്ക് 2 കണ്ണിലേക്കും തെളിച്ചെന്ന്. അന്നേരത്തേക്കും പിന്നെ വേഗം പിടിച്ചോണ്ട് വന്ന് അരിവ പിടിച്ചു കുറച്ച് ദൂരെ കളഞ്ഞു. കപ്പലണ്ടിയും പിടിച്ചു കുറച്ച് കളഞ്ഞു. എന്നിട്ട് രണ്ടുപേരും അപ്പടെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് മുഖം കഴുകി സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണ തേച്ച് കഴുകി കുരുത്തത്തിന് കണ്ണിന്റെ അകത്തൊന്നും പറ്റില്ല. ഇവിടെയൊക്കെ പൊള്ളിപ്പോയി. അങ്ങനെയാണ് അണ്ടിച്ചന. മോശമായിരുന്നു അണ്ടിച്ചന. അങ്ങനെയാണ് പച്ച വിട്ടിട്ട് അത്രയും. അപ്പൊ ഉണക്ക എന്താ മോസ്റ്റ് ബിഗ് ബോസ്റ്റ് അല്ലേ? എന്റെ ദൈവമേ കണ്ടോ ഗായ്സ്? പച്ച വെട്ടിട്ട് അത്രയും ചോനയായി കല്ലുവാടി. ഗായ്സ് കാര്യം പറയുമ്പോ ചിരി വരും. കണ്ടോ? ഇതിലൊന്നുമില്ല കേട്ടോ. ഇതിലൊന്നുമില്ല കുഞ്ഞിന്റെ സ്റ്റൂൾ ഇങ്ങോട്ട് എടുക്കുക. എടുത്തരാട്ടോ. ഗായ്സ് നമുക്കിത് വെട്ടാനുണ്ട്. പക്ഷെ വെട്ടുന്നത് കഴിക്കാൻ വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. അതാണ് ഒരു മോസ്റ്റ്. കണ്ടോ? എടാ പങ്ക നിന്റെ ചോനയൊക്കെ ആവട്ടോ. കയ്യിലൊക്കെ ആയ പിന്നെ പോവൂലേ? അയ്യോ നന്നായി തുടക്കണമെന്നേ. പങ്കൻ മിക്കവാറും പണി വെപ്പിക്കൂട്ടോ. നമുക്ക് സ്റ്റൂൾ എടുക്കാം ഗായ്സ്. അപ്പൊ മോസ്റ്റ് ആയിട്ട് നമ്മുടെ കാഷ്യൂ നട്ട്സ് എല്ലാം. എടാ ഞാൻ അവിടെ എങ്ങാനും കിടന്നുറങ്ങത്തില്ലായിരുന്നു. എന്തിനാ എഴുന്നേറ്റ്?
അപ്പം അയ്യോ ഗായ്സ് എല്ലാം ചീത്തയാണ് കേട്ടോ. അതുകൊണ്ടോ എല്ലാം വീഴുമ്പോ എല്ലാം നല്ലതാണ്. പിന്നെ ഇതെല്ലാം അത് നമ്മളത് വീണ് കഴിഞ്ഞ പാടെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെന്നിട്ട് എല്ലാം നമ്മൾ എടുക്കണമായിരുന്നു. നമ്മുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് ഗായ്സ്, മോസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി 2 എണ്ണെങ്കിലും കിട്ടുമോന്നാണ് അറിയാത്തത്. ആ പിന്നെ നിങ്ങളെ പോലെ അല്ലായിരുന്നു, അമ്മേനോടും എന്റെ മക്കളോടും ഞാൻ പറഞ്ഞ അവര് വേഗം പെട്ടിക്കൊണ്ട് വരും. അപ്പൊ ഞങ്ങൾക്ക് അനുസരണ ഇല്ലാന്നാണോ? അങ്ങനെ വേണ്ട ഞാൻ ഓർക്കാൻ. കണ്ടോ ഗായ്സ്, അനുസരില്ലെന്ന് പറഞ്ഞ മമ്മ ഗായ്സ് ഈ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് കേൾക്കുന്നത്? ഇനി മുമ്പ് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കേൾക്കുന്നത് എപ്പോഴാണ്. എന്തുകൊണ്ട് അമ്മ മുമ്പ് പറഞ്ഞില്ല? പറയേ. അയ്യോ ഇത് കണ്ടോ ഗായ്സ്, 2-3 എണ്ണാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെറുതെ തിന്നാം. തോരൻ വെക്കാനുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ തോറും വെക്കാം. ഇതല്ലേ ഞാൻ തിന്നാത് തിന്നാൻ പറ്റില്ല, അത് മുളച്ചതിന്റെ ആണ്. നമുക്ക് തുടച്ചെടുക്കാതെ. കുഴപ്പമില്ല, തുടച്ച് വൃത്തിയാക്കണം. മഴ പയ്യെ തുടങ്ങിയല്ലോ, അപ്പൊ തന്നെ വെറുക്കണായിരുന്നു. അന്നേരം തന്നെ അതന്നെ നെക്സ്റ്റ് ടൈം ആയിക്കോട്ടെ. നീ എന്നാ ചെയ്യാ? ഞാൻ ഇടിക്കും മോനെ. അടി കേട്ടോ. എന്താണ് ചീത്തയായിപ്പോയതൊക്കെ പോട്ടെ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതന്നെ അടുത്ത പ്രാവശ്യത്തെ ഒന്നും കളയരുത് കുഞ്ഞാറ്റെ. ഇല്ല കളയുന്നില്ല. ശരി നല്ലതുള്ളതേ എടുക്കാം. ഞങ്ങൾ വേഗം എടുക്കട്ടെ. പോയ ബുദ്ധി ആന എന്റെ കാഴ്ച അങ്ങനെ ഏറെ നേരത്തിന് ശേഷം നമ്മുടെ മമ്മ ദാ, അമ്മയെ പൊള്ളുന്നുണ്ടോ മമ്മ എവിടെയും? ഇവിടെ എവിടെയും തെറിച്ചിട്ടുണ്ട്. ഇനി വേഗം ഇത് വാരി കളഞ്ഞിട്ട് ഇത് കണ്ടോ, ഈ തൊണ്ട് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അട്ട കയറി വരും, തേരട്ടൊക്കെ. അപ്പം ഇത്രയും ഇത് മാത്രല്ല ഗായ്സ്, ഇത് ഇതിനകത്തുണ്ട്. ഇത്രയും നമ്മൾ ഇതാക്കിയിട്ട് നമുക്ക് കിട്ടിയത് ഇത് ഇത്ര മാത്രമാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ മമ്മേ. ചീത്ത ഉണ്ടായിരുന്നു കൊറേ, പിന്നെ ഒരെണ്ണത്തിന്റെ ചീത്തയായിരുന്നു. അതിന്റെ ഉള്ളിൽ ഇല്ലായിരുന്ന മെസ്സി പകുതി എണ്ണത്തിന്റെ ഉള്ളില് ഉറുമ്പും പ്രാണികളൊക്കെ തിന്നു. എല്ലാത്തിനും ഇഷ്ടമാണ്. വെറുതെ അല്ല. അപ്പൊ നമുക്കിനി ഇത് ഗായ്സ് ഒരുക്കി എടുക്കാനുണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് എടുത്ത് നമുക്ക് തോരൻ വെക്കാൻ പറ്റില്ല, ഇതിന് ഒരുക്കാനും കൂടിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമുക്കിതിനെ ക്ലീൻ ചെയ്യേണ്ട പരിപാടി ഉണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ 1.5 പരിപാടിയാണ്. കാരണം ഇത് മമ്മേന്റെ കയ്യിൽ ഫുള്ള് ചുണയൊക്കെ ആയിട്ട് ഫുള്ള് സീനായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ക്ലീൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ തൊണ്ട് കണ്ടോ, ഈ തൊണ്ട് നമ്മളിങ്ങനെ കളയണം. അങ്ങനത്തെ തൊണ്ടില്ലേ, ചിലപ്പം അച്ഛനൊക്കെ ഈ മുറുക്കൂലോ, മുറുക്കുമ്പം പിന്നെ ചിലപ്പം അടയ്ക്കും ചുണ്ണാമ്പിനും ഒക്കെ പകരം ഇതിന്റെ ആ തൊണ്ട് കൂട്ടി വായിലിട്ട് ചവയ്ക്കും. അപ്പൊ നല്ല ചുമന്ന് വരും. എനിക്ക് ചമയ്ക്കണം, അല്ല ചമയ്ക്കണം. അത് അടിപൊളി ഐഡിയാണല്ലോ അല്ലേ? എവിടെയാടാ? അതാ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒരു പാത്രം എടുത്തോണ്ട് പോവാ, ഒരു പാത്രം എടുത്തോണ്ട് പോവാ. ഇതേ എടുത്തോണ്ടല്ലോ. ഇതല്ലെന്നേ, എടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അമ്മ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മ, ഇവരെന്നാ കേൾക്കാത്ത. അയ്യോ ചെല്ലണോ. ഒന്നാമത് അതാ ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം കേട്ടോ. അങ്ങനെ ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം. ഞാൻ ഓരോ കാര്യം പറഞ്ഞിട്ട് ചോദിക്കുമ്പോ ശ്രദ്ധിച്ചെങ്കിലേ അയ്യോ പാത്രം എടുക്കണം എന്നുള്ള ആ ജ്ഞാനം അറിവ് നിനക്ക് കിട്ടില്ലായിരുന്നോ? പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അറിവില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അറിവുണ്ട്, ഞാൻ ശ്രദ്ധിച്ചു. എന്നെ ഇങ്ങനെ ഓടിക്കണേ. അതാ ഇവിടെ അരികിൽ വെക്കാൻ നന്നാക്കിയത്. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ, കൊച്ചു പാത്രം എടുത്തോണ്ട് വരികയില്ല. പിന്നെ ഞാനിപ്പോ അവിടെ വരെ ഓടിയിട്ട് എന്നെ വന്നതാ. വേണ്ട ഇനിയിപ്പോ ഞാൻ അവിടെ ഓടി പകുതിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറയാ വേണ്ട അവിടെ വയ്ക്കാൻ. ഇനി എന്ത് കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയാന്ന് തുടങ്ങുമ്പോ അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കേ മഹർഷി, കേട്ടിട്ട് അതിന്റെ ബാക്കി ചെയ്യാൻ പാടില്ല. ശരി ശരി അമ്മച്ചി, ഞാൻ കേൾക്കാം. ഞാൻ പോവാ. കേട്ടാ പോരാ, പ്രവർത്തിക്കണം. ചോണ ഗായ്സ്. അപ്പൊ നന്നാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോട്ടെ, ഞാൻ കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതുണ്ടോ, ഇവിടെ നമ്മൾ എടുക്കണം. എടുക്ക്. ഇത് ഒരെണ്ണം എടുത്തു. തൊണ്ടില്ലായിരുന്നു അതിന് ഓൾറെഡി. കണ്ടോ, അതിന്റെ തൊണ്ട് പൊളിച്ചു കളയണം. കണ്ടില്ലേ? അതിനകത്ത് അതിന്റെ ഇതുണ്ടാവും, ചോന ഉണ്ടാവും. ചോന നമ്മൾ കളയണം. ആ ചോനക്കൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട് ഗൈസ്. ശരിക്കും ഇങ്ങനെ തുടച്ചെടുക്കണം. തുടച്ചെടുത്താണ് ഇത്. ഇത് കണ്ടോ, ഇതാണത്. ഇത് തിന്നാൻ കഴിയില്ലേ മമ്മേ?
തുടച്ചത് തന്നെ. അപ്പം ഈ തുടച്ചതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ എണ്ണം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ലേറ്റായി പോയില്ലേ അമ്മേ? അപ്പം ഈ പ്രാവശ്യം അപ്പം നമുക്ക് ഒരെണ്ണം തിന്ന് നോക്കാം. ഓക്കേ, ഇത് കണ്ടോ, ഇതിൻ്റെ കണ്ടോ മുഴുവനും പോയിട്ടുണ്ട്. അപ്പം തിന്നാ നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തോരൻ കൂടി വെച്ച് കഴിഞ്ഞാൽ പറയാനുണ്ട്, അടിപൊളിയാണ്, യമ്മിയാണ്. നമുക്ക് ഇത് മൊത്തം നമുക്കിത് ഇത്രയും ഉണ്ട് കേട്ടോ, കണ്ടോ, ഇത്രയും ഉണ്ട്. നമുക്ക് ഇതിന് ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലേ മാം? അതെ. അങ്ങനെ നമ്മൾ നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ടൊരു 3 പ്രാവശ്യം കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കാഷ്യൂ നട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അടുക്കളയിലാണ്. അപ്പൊ നമ്മളിനി ഓൺ ദ വേ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇത് കുക്കിംഗ് കൂടി ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചില്ലെങ്കിൽ അത് ശരിയല്ല. അപ്പൊ ടൈം ഇപ്പൊ വന്നിട്ട് ഗായ്സ് രാത്രിയാണ്. രാത്രിക്കാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ബിസികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങും ഇങ്ങും ഒക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കാഷ്യൂ നട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാല്ലേ. അപ്പൊ നമ്മളിനി ഓൺ ദ വേ നമ്മുടെ അടുപ്പ് തീയൊക്കെ ഉണ്ട്, നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിനി കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുവാണല്ലേ. അപ്പൊ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരമുറി തേങ്ങയുള്ളൂ. പിന്നെ അരമുറി തികച്ചും ഇല്ല, അരമുറി കുറച്ചും കൂടി ഉണ്ടാവൂലേ? ഓക്കെ, അരമുറി നിങ്ങൾ എടുത്തോ. കാലിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ. ഓക്കെ. പിന്നെ ചെറിയുള്ളി, അതായത് 5-6 എണ്ണം. ഇത് കുഞ്ഞുള്ളി ഇല്ലേ, ചെറിയുള്ളി, അതായത് നല്ലത്. കുഞ്ഞുള്ളിനെ കുറച്ചും കൂടെ വലിയ സൈസില്ലേ, ആ ഉള്ളിയാണ് കേട്ടോ. അതാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. അതൊരു 5-6 എടുത്തോ. പച്ചമുളക് 3. പച്ചമുളക് 3. ഇഷ്ടമുള്ള രീതിയിൽ. അതെ, നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ഈ കശുവണ്ടി തോരന് വേണ്ടി ഉള്ളത്. അപ്പം അമ്മ ഇത് അവിടെ സ്റ്റൗവില് കുക്കർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൂവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, കുക്കർ പോകുമ്പോ ഗായ്സ് ഞാൻ എങ്ങനെ ഞെട്ടിപ്പോട്ടോ അല്ലെ? കുക്കർ പോകുമ്പോ മിക്സി ഓൺ ആക്കുമ്പോ പക്ഷെ ഞെട്ടിക്കഴിഞ്ഞാൽ കയ്യിലെ പോവും. അതന്നെ, അത് ഇച്ചിരി കൂടിപ്പോയോ? ഇച്ചിരി കൂടിയോ? ഇല്ലല്ലോ. അത്രക്കാണോ? വേണ്ട, കുറച്ച് ഇടി വേണോ അമ്മേ? ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പം ഫസ്റ്റ് പ്രിക്വേഷൻ എടുക്കട്ടെ. കുക്കിംഗ് അല്ലേ, മോസ്റ്റ് പണിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുഞ്ഞു ചെറിയുരുളിയാണ്. അയ്യോ, ഈ അടുപ്പിൽ തീ ഉണ്ടായിരുന്നോ മമ്മേ? എന്റെ കൈ പൊളിച്ച പോലെയല്ലേ? കവള് ചുമന്നു പോയി. അയ്യോ, തക്കാളിപ്പഴം. അപ്പൊ കുഞ്ഞു ചെറിയുള്ളിയാണ് നമ്മൾ നമ്മുടെ കാഷ്യൂ നട്ടിന്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ മമ്മ ഇതെടുത്ത് അടുപ്പിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. ഈ അടുപ്പിൽ തീ അധികമാകുമ്പോ ഈ അടുപ്പിലേക്ക് മാറ്റി വെക്കും. അപ്പൊ ഇത് നമ്മുടെ മണ്ണും കൊണ്ടുള്ള അടുപ്പാണ്. അപ്പൊ ഇത് നമ്മുടെ സിമെന്റും കൊണ്ടുള്ള അടുപ്പാണ് കേട്ടോ. അത്രയും ഈ അടുപ്പ് തട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ സിമെന്റിന് അയ്യോ മോസ്റ്റ് ചൂടാണ്. അപ്പൊ അടുപ്പ് നമുക്ക് ഇനി തീ നമുക്ക് ഇച്ചിരി കൂട്ടിരിക്കണം. അതന്നെ, ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എന്താ പറയട്ടെ, നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റേതായ ഒരു ടേസ്റ്റ്. ആ പുകയുടെ ചൊവയും അതിന് പുക പറന്ന് ഇതിനകത്ത് വീണതും എന്താ പറയാ ചാരം വീണതും അതന്നെ, അതൊക്കെ വരുമ്പോഴാണ് അറിയില്ലേ ഗായ്സ്, നമ്മള് പുകയടുപ്പിൽ ഉണ്ടാക്കിയതിന് വേറൊരു രുചിയാണോ. അപ്പൊ നമ്മള് ചാറൊന്നും വീഴ്ത്താതെ മാക്സിമം ബി കെയർഫുൾ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീ നല്ല പുകയുന്നുണ്ട്. അധികം തീപ്പിളെ വെച്ചാൽ ഈ കാണുന്നത് എന്താ അറിയോ, ഇത് വിറക് അമ്മ എടുക്കി വെച്ചാ എന്താണെന്നറിയോ? അല്ല, അധികം തീ വെച്ച് ഇവിടെ വോൾക്കാനാവുന്നു. ഈ കാണുന്നത് അറിയോ, ഇതുണ്ടോ? ഇത് ഈ വിറക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിറക് വെറുക്കാൻ പോകുന്നത് നമ്മളെ ഏറ്റവും വലിയ പൊട്ടന്മാരാ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ച വിറകുകൾ അതേ ഗൈസ് നനയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ നനഞ്ഞ വിറകുകള് നാളത്തേക്ക്, അതായത് നാളെയൊക്കെ എന്താ പറയാ, അപ്പൊ അങ്ങനെ രാവിലെ സ്കൂളിൽ പോകേണ്ട ടൈമിലായാലും വിറക് കത്തിക്കാൻ നോക്കുമ്പോൾ കത്തില്ല. എന്താ നനഞ്ഞതല്ലേ, പിന്നെ കത്തുവോ, പൊട്ടറാ. അപ്പൊ അമ്മ എന്താക്കും, രാത്രിക്ക് എടുത്തിട്ട് ഈ അടുപ്പിന്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ അഭിഷേകം ചെയ്ത പോലെ ഇവിടെ നിറച്ചിങ്ങനെ വിറക് പോലെയാവും. അപ്പൊ സൈഡിൽ ഇരുന്നിട്ട് ഈ വിറകല്ലേ ഈ ചൂടാവും. എന്നിട്ടോ നമ്മള് വെക്കുന്ന വിറക് കത്തില്ല, അവിടെ നനഞ്ഞിരിക്കുന്ന വിറക് ആദ്യം കത്തും. യെസ് ഗൈസ്, അപ്പൊ എന്താവും, നല്ലോണം പുകഞ്ഞ് കണ്ണിക്കൂടി വെള്ളം ചാടും. അങ്ങനെ പല രസത്തിലുള്ള രസങ്ങളും ഉണ്ട്. അതെ, അങ്ങ് ഊതാം. മോസ്റ്റ് തീ വേണ്ട കേട്ടോ. എന്താ കൊല്ലണോ, കൊല്ല്, എവിടെ വന്ന് നിന്നാൽ ഈ കഴുത്തെ പിടിക്കാൻ എവിടെന്നെങ്കിലും കൈ നീണ്ടു വരും ഗൈസ്. മമ്മ വെളിച്ചെണ്ണ
അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. എന്താ ഞാൻ പഠിപ്പിക്കുന്ന പോലെ ചെയ്തോ. അപ്പൊ ഇതാണ് മമ്മിയുടെ കലാവിരുതാണ് ഗായ്സ് ഈ കാണുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. കണ്ടോ ഗായ്സ്, അപ്പൊ നമ്മളിത് മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുമാതിരി ഒരു നാവിനൊരു കനപ്പ് ഒരു ചുവ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ മില്ലിൽ പോയിട്ട് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയത്. അത് വാങ്ങിയപ്പം അതിലപ്പുറം കനച്ചിൽ നമ്മുടെ നാക്കില്. എന്താ എവിടുന്ന ഞാൻ വെളിച്ചെണ്ണ വാങ്ങേണ്ടത് അതൊന്ന് പറഞ്ഞു തരും. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വീട്ടില് കോക്കനട്ട് ആട്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് തീർന്നു ഗായ്സേ. അതല്ല, ചക്ക വറുത്തുള്ളതെല്ലാം തീർത്തു. വറുക്കാൻ വേണ്ടിയാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് വാ ക്യാമറമാൻ. അപ്പൊ അതുകൊണ്ടോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ മെൽറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എന്താണ്, ഇത് ഉരുകി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് നല്ലോണം ഒഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെൽറ്റ് ചെയ്യാം ഗായ്സ്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് നമുക്ക് ഇത് അത്യാവശ്യം നമുക്ക് വേണ്ട അത്രയും മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നമുക്കിനി നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്താ മനസ്സിലൊരു കണക്കുണ്ടാവുമല്ലോ, ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഒരു 2 സ്പൂൺ, 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. ഓക്കെ. ഓ, ഒരു കണക്കറിയുന്ന ഒരാൾ. അതെ അതെ അതെ, ഞാൻ അളന്നൊന്നുമല്ല, എന്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അത് മോസ്റ്റ് കറക്റ്റ് ആവും ചെയ്യും ഗൈസ്. അപ്പൊ ഇതാ നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്തണം ഇനി. പക്ഷെ ഒരു കാര്യം, വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അടുപ്പ് അധികം കത്താൻ പാടില്ല. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, തീ ചാടി നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് കയറി പിടിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ അനുഭവം ഉള്ള എന്റെ ദൈവമേ, അമ്മ അറിയാതെ അടുക്കള കയറി. എന്നിട്ട് അനുഭവം യെസ് ഗൈസ്. അപ്പൊ നമ്മള് കറക്റ്റ്. അപ്പൊ നമ്മള് ഫയർ ഡാൻസ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ. അപ്പൊ നമ്മള് ഡ്രാഗൺ ആയി നമ്മള് അതന്നെ തീ തുപ്പുന്നു. അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ അധികം കത്തിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ചൂടാക്കണം, ലോ ഫ്ലെയിം നമ്മൾ പറയും. അടുപ്പിലാകുമ്പോൾ ലോ ഫ്ലെയിം വെക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, കാരണം ഫ്ലെയിം ഓർക്കാൻ കൂട്ടാനുള്ള സംഭവം ഇല്ലല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഇച്ചിരി കത്തിക്കാം. നോക്കാം. അയ്യോ, മോസ്റ്റ് തീയാണോ? അതിപ്പോ തീക്കൊരു സ്വഭാവം ഉണ്ട് കൈസേ. നമുക്ക് വേണ്ടുമ്പോ മഞ്ഞൾ കൂവാന്ന് അറിയില്ല, അതേപോലെ തന്നെ വേണ്ടാത്തപ്പോ തീക്ക് ഭയങ്കര കത്തല. കണ്ടോ, തീക്ക് ഭയങ്കര കത്തലാണേ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കടുകാണ് കേട്ടോ വരുന്നത്. ഇത് പിടിക്കാൻ ഞാൻ കടുക് എടുക്കാം. ഓക്കെ മമ്മേ, ഭയങ്കര കടുകും എടുത്തടാ. കടുകും സാധനങ്ങളൊക്കെ ഇത് അവിടെയാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പം ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം അടുത്ത് വെക്കണത്, തട്ടിമറിക്കാൻ ഈസി വെക്കണം. നിങ്ങൾ എന്താ വെക്കാത്ത, മറവിയാ? എന്താ ഇങ്ങനെയൊന്നും ആവല്ലേ. കുക്ക് ചെയ്യുമ്പോ നമ്മളെല്ലാം അടുത്തടുത്ത് വെക്കണം, അല്ലെ അപ്പം ഓടിക്കഴിഞ്ഞാൽ അത് കഴിയും. എല്ലാം ചൂടായോ? ചൂടായി. നമുക്ക് ഒരു കടുക് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കടുക് നിലത്തോണ്ട് അറിയാലോ, പൂര അടിയായിരിക്കും കേട്ടോ. അപ്പൊ അതൊരു ശാസ്ത്രമാണ് ഗൈസ്. നമുക്ക് ഓർമ്മിട്ട് വെക്കാം. ഒരനക്കൂല്ലോ. അപ്പൊ ഇച്ചിരി കൂടി തീ കത്തിക്കട്ടെ മമ്മേ. നോക്കാം. ഇല്ല. അപ്പൊ നമ്മുടെ കടുകിന് ഒരു അനക്കുമില്ല. ഒന്ന് കത്തിക്കട്ടോ. വെളിച്ചെണ്ണ തണുത്തു പോയി ഗൈസ് തീ കണ്ടപ്പം. തീ കത്തുകൊണ്ട് ഞാൻ പറഞ്ഞ മോശം വെള്ളമാണ് ഒഴിച്ചു കഴിഞ്ഞിട്ട് എണ്ണയ്ക്ക് പകരം. അയ്യോ, മാറിപ്പോയണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ നമ്മള് തമിഴ്നാട്ടിലെ പ്രോഗ്രാമിന് പോയ ടൈമിലായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് യാ നമ്മുടെ ഈ സോയാബീൻ കറി മോസ്റ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഷോർട്സ് ആയിക്കട്ടെ. അതിന് ശേഷം നമ്മുടെ അടുത്ത കുക്കിംഗ് വീഡിയോ ശേഷം അതായത് ശംഖിന്റെ ഷായും ഷർട്ടിന്റെ ഷായും. ഇവിടെ നമ്മൾ എന്താ മലയാളത്തിന്റെ ക്ലാസ് എടുക്കാൻ. അപ്പൊ അതിനുശേഷം ജാനയുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കപ്പലണ്ടി കുക്കിംഗ് വീഡിയോ ആണിത്. നമുക്ക് ഞാൻ തീ കത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കടുക് ഒരു കുഞ്ഞു സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അത് പൊട്ടും തോന്നുന്നുണ്ട്. മോസ്റ്റ് അത് പൊട്ടാൻ പോവാണ് ഗൈസ്.
നമുക്ക് നോക്കാം. അത് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കണം. തെറിക്കുമോ എന്ന് നോക്കാം. അതന്നെ, അത് നമ്മൾ കടുക് പൊട്ടുമ്പോൾ നമ്മളിങ്ങനെ മാറിക്കണം കേട്ടോ. അതെ അതെ. അമ്മയാണ് ഇങ്ങനെ പോയി നോക്കും. നമ്മള് സോൾജിയേഴ്സ് ഒക്കെ വിയർ ചെയ്യില്ലേ ഒരു യൂണിഫോം, അതേപോലത്തെ കവചകുണ്ടലങ്ങൾ ഇട്ടിട്ട് വേണം ഗൈസ്. പിന്നെ ഈ കടുക് പൊട്ടുമ്പോ ശ്രദ്ധിക്കണം, നോക്കി നിക്കരുത്. ഇവിടെ ഇവിടെയൊക്കെ തെറിക്കും, പിന്നെ കണ്ടുള്ളിൽ തെറിക്കും. പിന്നെ സീൻ കോൺട്രയാകും, സീനാകും, മനസ്സിലായല്ലോ, പ്രശ്നാകും. അപ്പൊ അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ മാറിന്നോളൂ. അതെ അതെ. എന്നിട്ട് അകലേന്ന് ഇങ്ങനെ ഊതുക. അതന്നെ. ഇടയ്ക്കൊക്കെ വച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി. അതന്നെ. ഇതെന്തൊരു മടിയാ മമ്മ തീ കത്താൻ. പറയാ നിങ്ങൾ അനുഭവിക്കുന്നു. അതന്നെ. ഈ അടുപ്പിന് ഇച്ചിരി മടി കൂടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ വിറക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഊതാട്ടോ. തീ കത്തു തീയാഹ നമഃ. എന്തായി? നമ്മുടെ കടുക് നൈസിലായിട്ട് ഓരോന്നോരോന്നായിട്ടോ പൊട്ടിക്കൊണ്ടിരിക്കുന്നേ കേട്ടോ. കേക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് കടുക് നമുക്ക് പൊട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എന്താ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറി ലീവ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എടുത്തു തരുമോ? 10 10 ഒരു 2 കതിർപ്പുണ്ട് കേട്ടോ. അത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇടാൻ പോണേ. 1 2 3. അപ്പൊ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഗ്രിങ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം അതാവട്ടെ. അപ്പം നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് നമുക്ക് ഇടാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുളകും കൂടി നമ്മൾ സെയിം ടു സെയിം ആയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കുഞ്ഞുള്ളി, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം എടുത്ത് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗായ്സ്, വരെ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുളകും നമ്മുടെ ഉള്ളിയും. ഓക്കെ വരെ. അപ്പൊ തീ ഇപ്പം കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് തീ കുറഞ്ഞ തന്നെയാണ് വേണ്ടത്. നമ്മുടെ കാഷ്നട്ട് പറയാണ് ഇല്ലില്ല ഞാൻ ചാടും എന്ന് പറയുന്നത്. അപ്പൊ കാഷ്നട്ടിന്റെ ടേൺ ഇപ്പോഴല്ല കേട്ടോ. നമ്മുടെ ഉള്ളിയും നമ്മുടെ മുളകും കഴിഞ്ഞിട്ടാണ് എന്ത് കാഷ്നട്ടിന്റെ വരവെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്മാരെ ഇവിടെ മാറ്റി വെക്കാം. അപ്പൊ ബാക്കിയുള്ളവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. വരി വാവ്. ഇനി നമ്മൾ എന്താക്കണം, തീ നമ്മൾ കത്തിക്കണം, അല്ലെങ്കിൽ ശരിയാവുന്ന കാര്യമല്ല. ഇവന്മാരിടുന്ന് മടിയായി പോകും. ഓക്കെ, തീ കത്തിക്കാം. ചില സമയത്തൊക്കെ ഇങ്ങനെ ഊതുമ്പോ ഉണ്ടല്ലോ എന്റെ ഗായ്സ്, തീ കത്തില്ല. വരുന്ന കലിപ്പുണ്ടല്ലോ, 1.5 കലിപ്പാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ തീയൊക്കെ കത്തി നന്നായിട്ട് നമ്മുടെ ഇതാവുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവർ ജസ്റ്റ് ഒന്ന് എന്താവണം, ഒന്ന് വഴണ്ട് വരണം. അങ്ങനെ വഴണ്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇവ വഴലാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അടുക്കി പിടിക്കാൻ പാടില്ല. കരിച്ചവ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് മൊത്തത്തിൽ പോയി. അതാ നിങ്ങൾക്ക് അറിയാലോ, കിച്ചണിൽ കയറുന്നവരാണ് അതറിയാം. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഉണ്ടാക്കുന്നവരുടെ കഷ്ടപ്പാടും കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പറഞ്ഞേക്കാം. എന്ന് വെച്ചാൽ എന്റെ ഫുഡിനെ കുറ്റം പറഞ്ഞോളൂ, തൊഴിച്ചറിയും ഞാൻ. പക്ഷെ ഒരു കാര്യം, നല്ലതാണ് നല്ലത്, ചീത്തയാണ് ചീത്ത അഭിപ്രായം പറയണം. ചീത്ത വെച്ച് അല്ല, നല്ലത് ഞാൻ വെച്ച് തരാൻ ഉദ്ദേശിച്ചിട്ട് ചീത്തയായി പോയെങ്കിൽ അയ്യോ നല്ലതാണ് നിങ്ങൾ പറയരുത്. അപ്പൊ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നല്ലതാണ് നല്ലതെന്ന് പറയണം. നല്ലത് കണ്ടിട്ട് ചീത്തയാന്ന് പറയാൻ നിൽക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അപ്പം വെള്ളത്തിലെടുക്കലെന്നാണോ ഉദ്ദേശിച്ചത്? എന്തോ വെള്ളത്തിലെടുക്കലെന്നാണോ ഉദ്ദേശിച്ചത്? നമുക്ക് നമ്മുടെ ഉള്ളി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ അടുപ്പത്താവുന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുപ്പാണ്, അത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര മിനിറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 4 മിനിറ്റ് ഒക്കെ നാളെ രാവിലെ വരെ ഇങ്ങനെ ഉണ്ടാക്കും. അതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നും ഉണ്ടാക്കില്ല എന്നർത്ഥം. അപ്പൊ നമുക്കിത് ഒന്ന് വഴലുന്നോടെ വരെ നമുക്ക് തീയൊക്കെ കത്തിച്ച് റെഡിയാക്കാം. നമ്മുടെ തീ ഇതേ മോശമായിട്ട് കത്തുന്നുണ്ടല്ലോ വാഴത്തെ. നന്നായിട്ട് ഇത് വഴണ്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇതുണ്ടോ ഗൈസ്, വഴണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഹാഫ് ബോയിൽ കഴിക്കാൻ അടിപൊളിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഉള്ളിയൊക്കെ. ഒരു കാര്യം പറയട്ടെ ഗൈസേ, എനിക്ക് ഉള്ളി ചില സമയത്ത് എനിക്ക് ഉള്ളി ഇഷ്ടമുള്ളൂ, ചില സമയത്ത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഉള്ളിക്ക്. അപ്പം തീ ഇടയ്ക്കിടയ്ക്ക് കിടന്നുണ്ടോ, അത് എന്നാന്ന് പറയാ, എന്നെ ഊതിക്കാനാണ്. അപ്പൊ നമ്മൾ അഗ്നി രാജാവേ അഗ്നിദേവാന്ന് അഗ്നിനെ നമ്മൾ പ്രാർത്ഥിക്കും കേട്ടോ. മോസ്റ്റ് ആയി കത്തണേ എന്ന് വെച്ച് കരിക്കല്ലേ അല്ലേ.
സത്യമായിട്ട് നമ്മൾ അടുക്കള രാവിലെ കയറുമ്പോൾ അഗ്നിനെയൊക്കെ തൊട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. കാര്യം സത്യം പറഞ്ഞതൊരു കലയല്ലേ, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക. ആ ഫുഡ് കഴിക്കുന്നവര് കണ്ടിട്ട് നമ്മുടെ മനസ്സറിയാം. കാരണം അത്രയും രുചി വേണമെങ്കിൽ കൈപ്പുണ്യം വേണം അല്ലേ. എനിക്കിതേ നല്ല കൈപ്പുണ്യം ഉണ്ട്. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി ഫുഡ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. മറ്റേ ഇടിച്ചാണ്ടല്ലോ അതെ അവിടെ കിടക്കും. വേണോ അടച്ചോ പറഞ്ഞേക്കാം. കണ്ടോ ഗൈസ്, ഡാന എന്നെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ ഉള്ള ആരും പറഞ്ഞോ, ഇല്ലാത്ത ആരും പറയണ്ട. ഊതിക്കോ. ശരി ഊതു, ഞാൻ ഊതേ. ഊതേ ശരണം ഊത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാഷ്യൂസ് ആണ്. അപ്പൊ ഇവിടെ മുളകും ഉള്ളിയൊക്കെ ഇത് അവിടെ നന്നായി വഴലുന്നുണ്ട്. അപ്പൊ തീ ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കരിയൊന്നും ഓർത്ത് മേടിക്കണ്ട കേട്ടോ. അപ്പൊ തീ നമ്മള് വെക്കാതെ തന്നെ ലോ ഫ്ലെയിമിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാഷ്യൂസ് ചിരിച്ചോണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. വാസേ. അപ്പൊ നമ്മളിനി അടുത്തായിട്ട് ഇവരെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. തേങ്ങയും നമ്മുടെ ആദ്യം കാഷ്യൂ, നെക്സ്റ്റ് നമ്മള് തേങ്ങ. ഓക്കെ വാ. അപ്പൊ നമ്മളിത് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാൻ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അത് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ. ക്യാമറമാൻ ഒപ്പുന്നുണ്ട് കഴിച്ചല്ലേ, ഒപ്പിയെടുക്കുന്നുണ്ട്. വാവ്, ഇതാ നമുക്ക് നമ്മുടെ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. കളർ വന്നിട്ട് നല്ല രസം. അതെ, ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോ എനിക്കൊരു ഇതില്ല കേട്ടോ. സൂപ്പറേറ്റഡ് ആയിട്ട് ഇടുന്ന അതെ. ഇതാ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്തൊക്കെയോ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോ എനിക്ക് കാര്യമില്ല. ഇടി വൈകാതെ വരുവേ ഗായ്സ്. ഈ വീഡിയോ കഴിയുമ്പോ നിങ്ങൾക്ക് കേൾക്കാം ഇടി കൊണ്ട് ഞാൻ ക്യാമറമാനെ ഇടിച്ച് പപ്പടാക്കി കേൾക്കാം ഗൈസ്. അപ്പൊ ഇതിന്റെ കൂടെ പപ്പടായി കഴിക്കാം. അതെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തീ ഊതാട്ടോ. ദാന തീ ഊതുവാണ് ഗൈസ്. അഫ്കോഴ്സ് തീ കത്താതെ ഗായ്സേ ഒന്നും നിങ്ങൾ നോക്കണ്ട. തീ കത്താതെ നമ്മുടെ ഫുഡ് ആവൂല. തീ ഈസ് മെയിൻ. Fire is everything. Tea is very main in the most main in the world. For universe. Cooking food. Yes. You know. Tea illada nothing. Nothing much. അതെ. അപ്പൊ എന്ത് ചെയ്യാം, തീ കത്തുന്നുണ്ട്. അപ്പൊ നമുക്കിത് നന്നായിട്ട് നമുക്കിത് ഇളക്കാട്ടോ ഗൈസ്. അപ്പൊ ഇതാ ഗൈസ് കുറച്ചു ബല. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് വേവണ്ടേ. വേവാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി നമുക്ക് വെള്ളം കൂടി ഒഴിക്കണം. വെള്ളത്തിന്റെ ഒപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് ഇടും. അപ്പൊ ഫസ്റ്റ് നമുക്ക് തുള്ളി മതിട്ടോ, അധികം ഒഴിക്കല്ലേ, ഇച്ചിരി മതിട്ടോ, തുള്ളി വെള്ളം. അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം. കാലും വേണ്ട ഗൈസ്. അതിന്റെ ഹാഫ്. അതന്നെ സാധാരണ. അപ്പൊ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പൊടി ആയാലും ഇടാം. ഉപ്പ് പൊടി ഇടാം അല്ലേ അമ്മേ? ഒരു സ്പൂൺ ഉപ്പ് പൊടിയും എടുത്ത് തന്നേക്ക്. നമുക്ക് ഉപ്പ് പൊടിയും കൂടി നമുക്ക് ഇടാം. അപ്പം ഉപ്പ് നമ്മൾ ഇപ്പൊ തന്നെ ഇടണം, എന്നാലാണ് എന്ത് ഉപ്പ് കൂടെ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് ഇതിന്റെ ഒപ്പം പിടിക്കൂല. അപ്പൊ നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് നമുക്ക് വേവിക്കാം ഗൈസ്. അപ്പൊ ഞാൻ കറക്റ്റ് ഉപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇത്രയും ഉപ്പും നമുക്ക് മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവനെയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഗൈസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത് എന്താ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഒരിക്കലും നമ്മൾ ആദ്യമേ കൊണ്ട് കുറയാൻ കിടരുത്. കാരണം ഉപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കുറയ്ക്കാൻ വെരി ഡിഫിക്കൽട്ടാണ് നമുക്ക്. അപ്പം ഉപ്പ് കുറച്ചിടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് കൂട്ടാം നമുക്ക്. പക്ഷെ കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഉപ്പ് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഇത് ഒന്നെന്താക്കണം, വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഒരു മൂടയും കൊണ്ട് അടച്ചു വെക്കാം അല്ലേ വാവച്ചേ? മൂടയും കൊണ്ട് അടച്ചു വെക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞ റെഡിയാണ്. നമുക്കൊരു മൂടയും കൊണ്ട് നമുക്ക് അടച്ചു വെക്കണം. ഞാൻ എന്താണ് ക്യാമറമാന്റെ നേരെ വരുന്നത്. അപ്പൊ ഞാൻ മൂട എടുത്ത് വന്നിട്ടുണ്ട്. ക്യാമറമാനെ നിഴല് കാരണം കറി പോലും കാണുന്നില്ല. ക്യാമറമാൻ മാറി നിൽക്ക്, നിഴല് സോറി. ഇതാ അപ്പൊ നമ്മൾ ഇനി ഇത് മൂട എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ മൂടി എടുത്ത് മൂടാൻ പോവാണ്. മൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മൂടൊക്കെ ഇങ്ങനെ കേട്ടോ ഗൈസ്. ഏതൊക്കെ പാത്രത്തിന്റെ മൂട തല ചതച്ച് അങ്ങനെ ആക്കി തന്നിട്ടുണ്ട്. എന്നെ ഇടിച്ച് ഇങ്ങനെ ആക്കണമെന്നാണ് കുഞ്ഞത്തിന്റെ ആഗ്രഹം. അങ്ങനെ വേണേ പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തീ നന്നായിട്ട് ഊതാം. പിന്നെ നിങ്ങളിങ്ങനെ ഊതുമ്പോ പ്രാണായാമം പോലെ ഊതിക്കോട്ടോ.
നല്ല പക്ഷെ ഈ രസമാണ്. പുക അങ്ങ് വലിച്ചെടുക്കണ്ട, ലെൻസിന് കേടാണ്. അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് നമ്മുടെ നമ്മുടെ കാഷ്യൂ തോരൻ നമുക്ക് വേവിച്ചെടുക്കാം ആ വെള്ളത്തില്. അങ്ങനെ ആഫ്റ്റർ 5 മിനിറ്റ്സ് നമ്മുടെ തോരൻ റെഡിയായി കാണൂലേ? കാണണല്ലോ. ദേ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഇനിയിപ്പൊ കറണ്ട് പോയാൽ സ്വാഹയാകും. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ തോരൻ എന്നായി നമുക്ക് നോക്കാം. അമ്പടാതെ നമ്മുടെ തോരന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ? അയ്യോ അമ്മേ തോരന്റെ അങ്ങോട്ട് തെറിച്ചു. അപ്പൊ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാവ്, നോക്കിക്കേ മോസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇത് കണ്ടോ, നമ്മുടെ തോരൻ അടിപൊളിയായിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി സൂപ്പർബ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ അയ്യോ അപ്പൊ നമ്മള് തോരന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടിരുന്ന പാത്രമാണിത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തോരൻ നമുക്ക് എടുക്കാം. അമ്മ ഇത് മുഴുവൻ എടുക്കണോ? വേണ്ട, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കാണിച്ചോ. ഓക്കെ, അപ്പൊ നമുക്കിത് ഇത്രയും തോരൻ എടുക്കാം. ബാക്കി അവിടെ തന്നെ ഇരുന്നോട്ടെ അല്ലേ മറ്റേ. അപ്പൊ ഇതാ ഇത് നമുക്ക് ഇതോടെ വെച്ചോ. അപ്പൊ ഇതാ നമ്മുടെ തോരൻ ഇതാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് നിൽക്ക്. ചൂട് മാറുന്നു കേട്ടോ, മോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ തോരന്റെ ഒപ്പം ടച്ചിങ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടി എടുത്താലോ? അപ്പൊ നമ്മുടെ ചക്കപ്പുഴുക്കും നമ്മുടെ കശുവണ്ടി തോരനും ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, അടിപൊളി ടേസ്റ്റും ആണ്. അപ്പൊ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാണ് വന്നിട്ടുള്ളത്. ഇതാ ഇത് കണ്ടോ, മോസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കശുവണ്ടി തോരൻ ഇതാ കൂട്ടി നമുക്കിത് കഴിച്ചു നോക്കാം. ഞാനുണ്ടാക്കിയത് എങ്ങനെ നമുക്ക് നോക്കാം. സോ ടേസ്റ്റി. ഒരു ഉപ്പ് പോലും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, ഉപ്പൊക്കെ കറക്റ്റ്. മോസ്റ്റ് കൈപുണ്യം ദാനോടെ കൈപുണ്യം. നിങ്ങളും തിന്നോ, നിങ്ങൾക്ക് തന്നില്ല എന്ന് പറയണതാ. അടിപൊളി. അവിടെ കശുവണ്ടിയൊക്കെ ഉണ്ടോ നോക്ക്, അടിപൊളിയാണ് കേട്ടോ. ഇതായത് മാത്രം തിന്നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. പറയാൻ എനിക്ക് വാക്കുകളില്ല. അപ്പൊ ഞാൻ കറണ്ട് പോകുന്നതിന് മുമ്പ് മോസ്റ്റ് ആയിട്ടത് ഫിനിഷ് ആക്കട്ടെ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗായ്സ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കല്ലോ അല്ലേ? അതെ, ഞാൻ ഇതിൽ മുഴുകിട്ട് മറക്കണ്ട, മറക്കണ്ട. അപ്പൊ ഞാൻ മോസ്റ്റ് ആയിട്ട് കഴിക്കട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അത് കണ്ടോ, നമുക്ക് അടുത്ത വീഡിയോടെ വീണ്ടും കണ്ടുകൂടെ കാഴ്ച വളർത്താം. ബൈ ബൈ.